അവൻ കട്ടിലിരുന്ന് രമ്യയോട് പറഞ്ഞു, രമ്യ, ഞാനിന്ന് പോയ ഇൻ്റർവ്യൂവിനെ കുറിച്ച് നീ ഒന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പരാജയപ്പെട്ടു. ഞാൻ പഠിച്ച കോഴ്സുമായി ബന്ധപ്പെട്ട ജോലിക്കാണ് ഞാൻ ട്രൈ ചെയ്തത്. അതിനുള്ള ഇൻ്റർവ്യൂവിനുമാണ് ഞാൻ പോയത്. പക്ഷേ അതിൻ്റെയൊക്കെ ടച്ച് വിട്ടിട്ട് കുറേ കാലമായില്ലേ. അതുകൊണ്ട് തന്നെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാനൊരു ജോലിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന കാരണം കൊണ്ട് അവൻ പിന്നെ ആ ജോലിയെക്കുറിച്ച് എന്നോട് സംസാരിച്ചില്ല. ഇൻ്റർവ്യൂ പരാജയപ്പെട്ട കാര്യം ഞാൻ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ ആ ജോലിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഒരു സ്ഥാപനത്തിലെ ഡ്രൈവറായിട്ടാണ് ജോലി. അപ്പോൾ കുറച്ച് ദൂരമാണ് ജോലി സ്ഥാപനം. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിലും ജോലി ചെയ്യാം. അത്യാവശ്യം സാലറിയും ഉണ്ട്. അപ്പോൾ നിൻ്റെ അഭിപ്രായം എന്താ? അവൻ രമ്യയോട് ചോദിച്ചു. രമ്യ അപ്പോൾ മനസ്സിൽ വിചാരിച്ചത്, ഇദ്ദേഹം മാറി നിന്നാൽ തനിക്ക് ഒരു സഹായത്തിന് ആരുമില്ല. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളും ഇയാൾക്കുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ആരുമില്ല. അപ്പോൾ അവൾ വിചാരിച്ചു, പ്രസവം വരെ ഇയാൾ ഇവിടെ നിൽക്കട്ടെ, തൽക്കാലം ജോലി വേണ്ട എന്നതായിരുന്നു അവളുടെ തീരുമാനം. കാരണം തനിക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നാൽ വേറെ ആരും സഹായത്തിനില്ല. പിന്നെ തനിക്ക് ജോലിയുണ്ട്, സ്ഥാപനക്കാർ സഹായിക്കാനും തയ്യാറാണ്. അതുകൊണ്ട് തൽക്കാലം ഇയാൾ ജോലിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തനിക്ക് ജോലിക്ക് പോകാൻ എന്തായാലും പറ്റില്ല. കുറച്ച് നാളത്തേക്ക് കുഞ്ഞിനെയൊക്കെ നോക്കി നിന്നെങ്കിലേ പറ്റൂ. അപ്പോൾ ഇദ്ദേഹം ജോലിക്ക് പോയി തന്നെയും കൊച്ചിനെ നോക്കട്ടെ എന്നുള്ളൊരു തീരുമാനമായിരുന്നു അവളുടെ മനസ്സിൽ. അപ്പോൾ അവൾ മനോജിനോട് പറഞ്ഞു, മനോജ്, ഇപ്പോൾ ജോലിയെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ESIയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രസവ ചിലവും ഒക്കെ കമ്പനി തരും. പിന്നെ എല്ലാ കാര്യത്തിനും അവർ നല്ല ഹെൽപ്പാണ്. ഇപ്പോൾ നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾക്കും മാത്രമല്ല, ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ ആരോട് പറയും, ആരെ വിളിക്കും? അതുകൊണ്ട് തൽക്കാലം മനോജ് ഒരു ജോലിക്കും പോകാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ല, മനോജിന് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ. ഇപ്പോൾ എനിക്കൊരു സഹായം ആവശ്യമാണ്. അതുകൊണ്ട് മനോജ് ഇപ്പോൾ പോകുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തെന്ന് വെച്ചാൽ മനോജ് തീരുമാനിക്കൂ, അവൾ പറഞ്ഞു. അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനോജിന് തോന്നി. കാരണം താൻ ഒന്നാമത് ജോലിക്ക് പോകുന്നത് ദൂര സ്ഥലത്താണ്. രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങിയാൽ തന്നെ രാത്രി ഒരു 10 മണി 10:30 11 മണിയാവും തിരിച്ച് വീട്ടിലെത്താൻ. ഇതിനിടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ താൻ ഓടിയെത്താൻ പാടായിരിക്കും. പിന്നെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെ പോകാം. പിന്നെ രമ്യയിൽ നിന്നും വട്ടച്ചെലവിനുള്ള പൈസയൊന്നും പ്രതീക്ഷിക്കേണ്ട. ആഹാരം കഴിഞ്ഞു പോകാനുള്ളത് അവൾ ഉള്ളത് കൊണ്ട് നടന്നു പോകുന്നു. ഇനി എന്തെങ്കിലും സഹായങ്ങളുമായിട്ട് ഇവിടെ തന്നെ നിൽക്കാം. പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ജോലിയെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ അവനും കരുതി. അങ്ങനെ അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. അവൾ ബസ് കയറി പോകുന്നത് നോക്കി നിന്നു കുറച്ച് നേരം. അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് ജോലികളൊക്കെ അകത്തും പുറത്തും ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് രമ്യയുടെ തുണിയും എല്ലാം കഴുകിയിട്ട് അടുക്കളയിൽ ചെറിയ രീതിയിൽ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവൻ കുറച്ചു നേരം കിടന്നുറങ്ങി. അവൾക്ക് മെസ്സേജ് ഇട്ടു, നീ ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കും, ഞാൻ വിളിക്കാൻ വരാം. അങ്ങനെ അവൻ കിടന്നുറങ്ങിപ്പോയി. മനോജിൻ്റെ ഫോണിൽ തുരുതുരാ കോൾ വരുന്നു. നോക്കിയപ്പോൾ ഫ്രണ്ട്സാണ്. അവൻ ഫോൺ എടുത്തു. ഹലോ മനോജ്, നീ എവിടെ? ഞാൻ വീട്ടിലാണ്. നിന്തോ ഈ ജോലിയുടെ കാര്യമൊക്കെ? ഡ്രൈവറിൻ്റെ ജോലിക്ക് പോകുന്നുണ്ടോ നീ? താല്പര്യമുണ്ടോ? തൽക്കാലം അതിന് പോകണ്ടെന്നാണ് വൈഫ് പറയുന്നത്. കാര്യം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ അവിടെ ആയാൽ അവൾക്ക് ബുദ്ധിമുട്ടാവും. അവൻ പറഞ്ഞു, നീ വൈഫ് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ നിന്നോ? പിന്നെ നിൻ്റെ കയ്യിൽ ഒരു 500 രൂപ എടുക്കാനുണ്ടോ? അവന്മാർ ചോദിച്ചു. എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. അവളുള്ളത് കൊണ്ട് ഇപ്പോൾ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ എൻ്റെ കാര്യം തന്നെ അവതാളത്തിനായേനെ. അവളെ കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ നീ ഇങ്ങനെ കഷ്ടതയിലായത്. അവന്മാർ ക്ലാസ് കൊടുക്കാൻ തുടങ്ങി അവന്. നിനക്ക് അമ്മയും അച്ഛനും ഒക്കെ ഇഷ്ടം പോലെ പൈസ തന്നുകൊണ്ടിരുന്നതല്ലേ. ഇപ്പോൾ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം തൊട്ട് പൈസയില്ല, ഒന്നുമില്ല. അവനൊന്നും മിണ്ടിയില്ല. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പൈസ ഉണ്ടായിരുന്നത് നിന്നെ കൂടി വിളിച്ചേനെ. നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ലടാ, ഞാൻ അങ്ങോട്ട് വരട്ടെ? അവൻ ചോദിച്ചു. പൈസയൊന്നുമില്ല, നീ ഇങ്ങോട്ട് വരണ്ട. ഒന്നാമത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒന്നുമില്ല. പിന്നെ നീ നിനക്കും കൂടി ചിലവിനിടാൻ ഞങ്ങളുടെ കയ്യിലില്ല. അവന്മാർ ഫോൺ വെച്ചു. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവന്മാരുടെ കൂടെ കറങ്ങാൻ പോകാമായിരുന്നു. അവൻ ഓർത്തപ്പോൾ നിരാശ തോന്നി. എന്തെങ്കിലും ഒരിക്കൽ തൻ്റെ കാലവും തെളിയും. അവൻ ആശ്വസിച്ചു. ഗേൾ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട്. അവൻ ഇതുവരെ ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. 1-2 എണ്ണം അവനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. മനോജ് 1000 ഉണ്ടോ 500 ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ്. പൈസ ഉണ്ടെങ്കിൽ ഇവളുമാരെല്ലാം മെസ്സേജ് അയക്കാനും വിളിക്കാനും കറങ്ങാനും എല്ലാം വരും. പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുത്തികളും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ പൈസ ഇല്ലെന്ന് അവൻ മെസ്സേജ് ഇട്ടു.
അതിനുശേഷം അനക്കം ഇല്ല. എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. പൈസ ഇല്ലാത്തവൻ ഇന്ന് ലോകത്തിൽ ഒരു വിലയുമില്ലെന്ന് അവന് മനസ്സിലായി. തൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ എന്ത് ഫ്രണ്ട്സാണ് നാല് ചുറ്റും. തൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ തനിക്ക് എന്ത് സുഹൃത്തുക്കളായിരുന്നു എല്ലാ കാര്യത്തിലും. ഇപ്പോൾ പൈസയില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും തന്നെ ഉപേക്ഷിക്കുകയാണ്. ഗേൾ ഫ്രണ്ട്സ് ആവട്ടെ ബോയ് ഫ്രണ്ട്സ് ആവട്ടെ ആരുമില്ല തനിക്ക്. ഇപ്പോൾ ഉള്ളത് രമ്യ മാത്രം. അവൾ ജോലിക്ക് പോയി ഉള്ളത് തനിക്കും കൂടി കഴിക്കാൻ തരുന്നു. അത് തന്നെ ഒരു വലിയ കാര്യം. അവനൊരു ആഗ്രഹമുണ്ട് ജോലി ചെയ്ത് അവളെ കൊച്ചിനെ നോക്കണമെന്ന്. പക്ഷേ ഈ സമയത്ത് അത് പറ്റില്ലല്ലോ. തനിക്ക് കുറച്ചുകൂടി നേരത്തെ ബോധം വരേണ്ടതായിരുന്നു എന്ന് അവൻ തോന്നി. അങ്ങനെ വീണ്ടും അവൻ കുറച്ചു നേരം കിടന്നു. വൈകുന്നേരം അവൻ കാത്തിരുന്നു. അവളെ വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവൾ വീട്ടിലുള്ളപ്പോൾ ആരൊക്കെ ഉള്ളതുപോലെ ഒരു തോന്നലാണ് അവന്. ഇപ്പോൾ അവളെ ജോലിക്ക് വിടാതിരിക്കാനും പറ്റില്ല. പക്ഷേ അവൾ വരുന്നത് അവന് സന്തോഷമാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക്. അതുകൊണ്ട് അവളെ വിളിക്കാനുള്ള ടൈമും കാത്ത് അവനിങ്ങനെ നോക്കിയിരുന്നു. ഒരു 6 മണി കഴിഞ്ഞപ്പോൾ അവൻ കുളിച്ച് ഫ്രഷായി ഇട്ടിരുന്ന തുണിയെല്ലാം കഴുകിയിട്ട് വിളക്കൊക്കെ കൊളുത്തി അവൾക്ക് മെസ്സേജ് ഇട്ടു, ഇറങ്ങുമ്പോൾ വിളിക്കണേന്ന്. 2ാമത്തെ തവണയാണ് ഇപ്പോൾ മെസ്സേജ് ഇടുന്നത്. അവൾ കുറേ കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കി. ആഹാ, മനോജ് മെസ്സേജ് ഇട്ടേക്കുന്നു. ഇയാൾക്കിത് എന്ത് പറ്റിയെന്നാണ് അവൾക്ക് ചിന്ത വന്നത്. ഇപ്പോൾ അവൾക്ക് കുറച്ചൊക്കെ സ്നേഹം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം നല്ലവനായാൽ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും അവൾ തയ്യാറാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവളും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഇറങ്ങാറായപ്പോൾ അവൾ മനോജിനെ വിളിച്ചു. മനോജ് ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് നീങ്ങി. മനോജിനെ കണ്ടതും അവൾ മനോജിൻ്റെ ബൈക്കിന് പിന്നിൽ കയറി. അതിനുശേഷം ഒരു ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി. മനോജ് അവൾക്ക് ചായയും കടിയൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷേ അവൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ല എന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പൈസ ഉണ്ടോ എന്ന് അവൾ ചോദിച്ചില്ല. അവൾ തന്നെ പൈസ കൊടുത്തു. അതിനുശേഷം 2 പേരും വീട്ടിലേക്ക് പോയപ്പോൾ ആ പഴയ മീൻകടയുടെ അടുത്തെത്തി. മീൻ വാങ്ങിക്കണമെന്ന് മനോജിന് ആഗ്രഹമുണ്ട്. പക്ഷേ പൈസയില്ല. അവൾ അത് മനസ്സിലാക്കി അവൾ മീൻ വാങ്ങിച്ചു. അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറയാതെ തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എവിടെയെങ്കിലും ഒന്ന് സ്ലോ ചെയ്താൽ ആ സാധനം അവന് വേണം, ആഗ്രഹമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. അപ്പോഴേ അവളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവൾ വാങ്ങിക്കും. അങ്ങനെ മീൻ വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. മീൻ കറി വയ്ക്കുന്നതും കണ്ടിക്കുന്നതും ഒക്കെ ഇപ്പോൾ മനോജാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾക്ക് ആ പണിയൊന്നുമില്ല. അങ്ങനെ മനോജ് മീനും വാങ്ങി കട്ട് ചെയ്യാനായി പോയി. അവൾ അവളുടെ ജോലിയിലേക്കും പോയി. അങ്ങനെ അവൻ മീൻകറിയൊക്കെ വെച്ച് രമ്യയ്ക്ക് ആഹാരം വിളമ്പി. 2 പേരും സന്തോഷത്തോടെ കഴിച്ചു. അതിനുശേഷം കുറച്ചു നേരം രമ്യയെ പിടിച്ച് അവൻ്റെ മടിയിൽ കിടത്തി നെറുകയിൽ തലോടി തലയൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു. അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ ആ ദിവസം കടന്നുപോയി. ദിവസങ്ങൾ കടന്നു പോകവേ അവൾക്ക് പ്രസവത്തിനുള്ള ഡേറ്റും അടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വെളുപ്പാൻ രാവിലെ ആയപ്പോൾ അവൾക്ക് കലശലായ വയറുവേദന, പ്രസവ വേദനയായിരുന്നു. അപ്പോൾ തന്നെ മനോജ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു ഒരു കാർ ഏർപ്പാട് ചെയ്തു. അങ്ങനെ രമ്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.